എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു. സംഭവബഹുലമായ വെടിയും പുകയും പരാതികളും പരിഭവങ്ങളും നിറഞ്ഞ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ശേഷം ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തുടങ്ങുന്നു. അപ്പോൾ പ്രീ ക്വാർട്ടർ മത്സരം പരിശോധിക്കുകയാണെങ്കിൽ ശക്തരായ ബ്രസീൽ വീണു, അതിശക്തരായ പോർച്ചുഗൽ വീണു. എന്നാൽ ശക്തരായ സ്പെയിൻ മുമ്പിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. പിന്നെ ഒരു കംബാക്ക്, മികച്ചൊരു കംബാക്ക് കൂടി കണ്ടൊരു ഇതായിരുന്നു പ്രീ ക്വാർട്ടർ മത്സരം. 2 ഗോളിനെ പിന്നിൽ അർജന്റീന 3 ഗോൾ തിരിച്ചടിച്ച് കളിയിലേക്ക് തിരിച്ചു വന്ന് കളി ജയിക്കുന്ന ഒരു വീരോചിതമായ ഒരു കംബാക്ക് കൂടി നമ്മൾ കണ്ടു. അതൊരു ചാമ്പ്യന്മാരുടെ വിന്നിംഗ് മെന്റാലിറ്റിയാണ്. അത് വിന്നിംഗ് മെന്റാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മികച്ചൊരു കംബാക്ക് ആയിരുന്നു. അതിന്റെ വെടിയും പുകയൊന്നും ഇപ്പോഴും പരാതികളൊന്നും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. എനിവേ, പ്രീ ക്വാർട്ടർ മത്സരങ്ങളൊക്കെ അവസാനിച്ചു. കിടില മത്സരങ്ങളായിരുന്നു. എന്നാൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ തുടങ്ങുന്നു. അതിനേക്കാൾ വലിയ കിടില മത്സരങ്ങളാണ് ക്വാർട്ടർ ഫൈനലിൽ കാത്തിരിക്കുന്നത്. ഉദ്ഘാടന മത്സരം അല്ല, തുടക്ക മത്സരം തന്നെ ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ. ഫ്രാൻസ് ആണെങ്കിൽ റൗണ്ട് ഓഫ് 32-ല് സ്വീഡനെ കംഫർട്ടബിൾ ആയിട്ട് 3-0 തോൽപ്പിച്ചു. പ്രീ ക്വാർട്ടറിൽ 1-0 പരഗ്വയെ തോൽപ്പിച്ചു. 1-0 പരഗ്വയെ തോൽപ്പിക്കാൻ മാത്രമല്ല, അവർ അങ്ങനെ സ്കോർ ബോർഡിൽ മാത്രമല്ല തോൽപ്പിച്ചത്, ഫൈറ്റ് ചെയ്തിട്ട് ഗുസ്തിയിലും നമ്മുടെ ഫ്രാൻസ് ജയിച്ചു. എമ്മാതിരി കളി കളിച്ചത് നമുക്കറിയാം. എംബാപ്പയ്ക്ക് എന്തോരം ഫൗളുകളാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ പരഗ്വയ ടീം എമ്മാതിരി ഫൗളുകളാണ് കാഴ്ചവെച്ചത്. അതൊക്കെ തരണം ചെയ്തിട്ടാണ് ഫ്രാൻസ് അവർ 1-0 തോൽപ്പിച്ച് കടന്നു കയറി. മൊറോക്കോ ആണെങ്കിൽ നമ്മുടെ റൗണ്ട് ഓഫ് 32-ൽ ഈ വേൾഡ് കപ്പിന്റെ ഒരു ഹോട്ട് ഫേവറിറ്റുകളായിരുന്നു നെതർലാൻഡ്സിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുത്തിയിട്ടാണ് പ്രീ ക്വാർട്ടറിൽ കടന്നത്. പ്രീ ക്വാർട്ടറിൽ അതേ രാജ്യങ്ങളൊന്നായ കാനഡയെ 3-0 കംഫർട്ടബിൾ ആയിട്ട് തീർത്തിട്ടാണ് അവരും വരുന്നത്. ശക്തമായ 2 ടീമുകളാണ്. ടെക്നിക്കൽ വൈസും പിന്നെ ടാലന്റ് വൈസ് നോക്കാച്ചെങ്കിൽ ഫ്രാൻസ് ആണ് ഒരു കുറേ പടി മുന്നിൽ. എംബാപ്പെ, ഒലീസെ, ഡെംബലെ, ബാർക്കോള, പിന്നെ സാലിബ, കിഡ്ലൻ ടീം അവർക്കുണ്ട്. കിഡ്ലൻ ടീം കളിക്കളത്തിലുണ്ട്, ബെഞ്ചിലുണ്ട്. അവർക്ക് അത്രത്തോളം കിഡ്ലൻ ടീം മൊറോക്കോയ്ക്ക് ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ എംബാപ്പയുടെ ഫ്രാൻസും അഷ്റഫ് ഹക്കീമിയുടെ മൊറോക്കോയിൽ ഏറ്റുമുട്ടുമ്പോൾ തീപ്പാറുന്നുള്ള കാര്യം ഉറപ്പാണ്. ഫിസിക്കാലിറ്റി ഒന്നും കൂടി ഞാൻ മൊറോക്കോക്കാണ് കൊടുക്കുക. അമ്മാതിരി ഫിസിക്കാലിറ്റിയാണ് അവർക്കുള്ളത്. പക്ഷേ ടെക്നിക്കാലിറ്റിയും പിന്നെ ടാലന്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നെതർലൻഡ് മൊറോക്കോക്ക് അത്രയും മുന്നിലായിരുന്നു. പക്ഷേ നെതർലൻഡ് ഈവൻ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണെങ്കിലും വീഴ്ത്തിയില്ലോ നമ്മുടെ മൊറോക്കോ. അത് കാരണം കൊണ്ട് എംബാപ്പയുടെ ഫ്രാൻസ് ഒന്നും കരുതിയിരിക്കണം മൊറോക്കോനെ. അവരെന്തൊക്കെ കാണിച്ചു കൂട്ടാന്ന് ഒരു ഐഡിയ. എന്നിവേ, തീപ്പാറുന്ന മത്സരങ്ങൾ തുടങ്ങുന്നു. അതിൽ ആദ്യ മത്സരം തന്നെ ഈ ക്വാർട്ടർ ഫൈനൽ ഫിക്ചറിലെ ഏറ്റവും മികച്ച മത്സരം, ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ. ഞാനെന്തായാലും ഫ്രാൻസിനാണ് ഒരു പിടി മുന്നിൽ കൊടുക്കുന്നത്. വിരസമായ 90 മിനിറ്റും പിന്നെ എക്സ്ട്രാ ടൈമും ഒക്കെ വരികയാണെങ്കിൽ കളി ഒത്തിരി വിരസമായിരിക്കും. പക്ഷേ എനിവേ, 2 ഭാഗത്തുനിന്ന് അറ്റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അത് കാണാൻ തന്നെ ഒരു രസം.